ഹലോ, ഞാൻ നൂർജഹാൻ അഷ്റഫ്. ഞാനിന്ന് ചക്കപ്പഴം കൊണ്ടൊരു അടയാണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള ശർക്കര, ചക്കക്കുരു, തേങ്ങ, എള്ള്, നിലക്കടല, ചെറിയ ജീരകം, ഏലക്ക ഇത്രയും റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഇതുപോലെ ചക്കപ്പഴം കട്ട് ചെയ്ത് ഞാൻ വച്ചിട്ടുണ്ട്. ചക്കക്കുരു കുറച്ച് തൊലി കളഞ്ഞതും കുറച്ച് തൊലി കളയാതെയും വച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈസി എന്ന് നമുക്ക് നോക്കാമല്ലോ. ഇത് വേവിക്കാനായി കുക്കറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുക്കറിലേക്ക് ഇത് ഓരോന്നായി ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. ഒട്ടും വെള്ളമൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചക്കപ്പഴത്തിൽ നിന്നും അതിനുള്ള വെള്ളം ഉണ്ടാവും. ശർക്കര ഈ പരുവത്തിലാക്കി ഇത് പാനിയാക്കി എടുക്കാം. ശർക്കര പാനി തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ വേവിച്ച് വെച്ച ചക്കപ്പഴത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നിന്നും ഞാൻ വേവിച്ച കുരു മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് അരിപ്പയിൽ നമുക്ക് ശർക്കരപ്പാനി അരിച്ച് കൊടുക്കാം. ഇപ്പോഴത്തെ ശർക്കരയിൽ അങ്ങനെ അധികം കരടൊന്നുമില്ല, എങ്കിലും അരിച്ച് തന്നെ കൊടുക്കാം. ചെറിയ ജീരകവും ഏലക്കയും പൊടിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഏലക്കയുടെ തൊണ്ട് ഇതുപോലെ മാറ്റിക്കളയാറുണ്ട്. ഫൈനായി പൊടിക്കേണ്ടതില്ല. ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിച്ചു കൊടുത്ത് ഇതിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചക്കപ്പഴത്തിലേക്ക് ശർക്കരയും ഏലക്കയും ചെറിയ ജീരകവും ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതിലേക്ക് നോക്കാം. ഇത് വേവിച്ച ചക്കക്കുരു തൊലി കളഞ്ഞതും കളയാത്തത് തൊലി കളഞ്ഞെടുക്കാം. തൊലി കളഞ്ഞ് വേവിക്കുന്നതാണ് ഈസി എന്ന് എനിക്ക് തോന്നി. ഇത്രയും നമുക്ക് നെയ്യിൽ വറുത്തെടുക്കാം. കപ്പലണ്ടിയുടെ തൊലും ഞാൻ കളഞ്ഞാണ് എടുത്തിട്ടുള്ളത്. വറുക്കുന്നതിന് മുൻപ് ചക്കക്കുരു ചെറുതായി ഒന്ന് പൊടിച്ചു കൊടുക്കാം. കട്ടർ കൊണ്ടോ തവി കൊണ്ടോ ഒന്ന് ചെറുതായി ഉടച്ചെടുക്കാം. മിക്സിയിൽ പൊടിച്ചെടുക്കേണ്ടതില്ല, അത്രയ്ക്ക് ഫൈനായിട്ടൊന്നും പൊടിക്കേണ്ടതില്ല. ചെറുതായിട്ടൊന്ന് ഇതുപോലെ പൊടിച്ചെടുത്താൽ മതി. ഇനി ഇത് ഓരോന്നും നെയ്യിൽ വറുത്തെടുക്കാം. നെയ്യിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ ചെറുതായി കട്ട് ചെയ്തത് ആദ്യം തന്നെ വറുത്തെടുക്കാം. ഇത് ചെറുതായി ഒരു ബ്രൗൺ കളർ ആവണേ. ഇതിലേക്ക് നിലക്കടല ഇട്ട് കൊടുക്കാം. നിലക്കടല തൊണ്ട് കളഞ്ഞാണ് ഞാൻ വച്ചേക്കുന്നത്. ചെറിയ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിനി വറുത്ത് കോരിയെടുക്കാം. ആ നെയ്യിലേക്ക് തന്നെ തേങ്ങ ചിരണ്ടി വെച്ചത് ഇട്ട് ചെറുതായി വറുത്തെടുത്താൽ മതി. ഇത് ഫൈനായി വറുക്കേണ്ടതില്ല കേട്ടോ. ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വറുത്തെടുത്താൽ മതി. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ഇതും ചെറുതായി ഒന്ന് വറുത്താൽ മതി. കൂടുതൽ വറുത്ത് ഹാർഡാക്കി കളയേണ്ടതില്ല. എള്ളും ഒന്നിട്ട് കൊടുത്ത് ചെറുതായി ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ സംഭവമെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ചക്കപ്പഴത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കുക്കറിൽ തന്നെ ഇട്ടാണ് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം മിക്സ് ചെയ്യാം. മധുരം ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർത്ത ശർക്കര പോരെങ്കിൽ പിന്നെയും വീണ്ടും ചേർത്ത് കൊടുക്കാം. എനിക്കിതെല്ലാം കറക്റ്റ് പാകമായിരുന്നു കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്ത് ഞാനിത് 2 ബൗളിലേക്ക് ആക്കുന്നുണ്ട്. കാരണം ഞാനിത് 2 രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് റവയും കൊണ്ട്, ഒന്ന് സാദാ അരിപ്പൊടിയും കൊണ്ട്. ഇത് റവയാണ്. ഇതിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇത് അരിപ്പൊടിയാണ്. നന്നായി മിക്സ് ചെയ്യണേ. പൊടി വേറിട്ട് നിൽക്കരുത്.
വേണ്ടി വന്നാൽ വീണ്ടും വീണ്ടും ഇത്തിരി പൊടികൾ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിത് ഗോതമ്പ് പൊടിയിലും ഉണ്ടാക്കിയിട്ടുണ്ട്, അതും നല്ലതാണ്. ഞാനിത് ഇടന ഇലയിലാണ് വേവിച്ചെടുക്കുന്നത്. ഇത് റവ കൊണ്ട്, ഇത് അരിപ്പൊടി കൊണ്ട്. ഇടന ഇലയിൽ ഇതുപോലെ വച്ച് എടുക്കാം. ഓരോ നാട്ടിലും ഓരോ ഷേപ്പായിരിക്കും. ഇവിടെ ഇതുപോലെയാണ് കൂടുതലും ഉണ്ടാക്കാറുള്ളത്. ഇതുപോലെ ഇലയുടെ ഹാഫ് ഭാഗം മാത്രം വെച്ച് അത് മടക്കുമ്പോൾ സംഭവം സെറ്റായി. പയ്യെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതിനി ആവിയിൽ വേവിച്ചെടുക്കാം. അട റെഡി ആയിട്ടുണ്ട്. നിങ്ങളും തയ്യാറാക്കി നോക്കൂ. നല്ല ടേസ്റ്റാട്ടോ. ഞാനിത് 2 ഷേപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് ത്രികോണം മോഡലും ഒന്ന് ഇതുപോലെയും. ഉണ്ടാക്കി നോക്കൂ, കഴിച്ചു നോക്കൂ. കൂടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. താങ്ക് യു.